ഒരു ദോശ ഉണ്ടാക്കുക. ദോശ എല്ലാവരും ഉണ്ടാക്കില്ലേ? ഗോതമ്പ് ദോശ, പിന്നെ അരി ഉഴുന്നു അരച്ച ദോശ, കുറേ ദോശകളുണ്ടാക്കും. ഇന്ന് നമുക്കൊരു പ്രത്യേകമായിട്ടൊരു ദോശ ഉണ്ടാക്കാം. അത് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇതുണ്ടോ, ഞാൻ എടുത്തിട്ടുള്ളത് ആശീർവാദിൻ്റെ ഡബിൾ റോസ്റ്റഡ് സൂചി റവ, നമ്മളെ ഉപ്മാവ് ഉണ്ടാക്കുന്ന റവ. അതിപ്പോൾ നമുക്ക് എൻ്റെ അടുത്തുള്ളത് ഇപ്പോൾ ഡബിൾ റോസ്റ്റഡ് റവയാണ്. നിങ്ങൾക്ക് ഡബിൾ റോസ്റ്റഡ് റവ ഉണ്ടെങ്കിൽ നമ്മളത്തെ പ്ലെയിൻ റവ കിട്ടുമല്ലോ ഉപ്മയ്ക്ക്, റോസ്റ്റ് ചെയ്യാത്തുള്ള റവ, അത് വേണമെങ്കിൽ എടുക്കാം. എൻ്റെ അടുത്ത് ഇപ്പോൾ ഉള്ളത് ഇതാ, ഞാൻ ഇതെടുക്കുകയാണ്. വേണ്ടേ ഈ ഗ്ലാസ്സിന് ഞാൻ 1 ഗ്ലാസ് റവ എടുത്തു. ഒരു 1.5 ഗ്ലാസ് റവ എടുത്തു. കണ്ടോ, ഞാനിപ്പം അതേ ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളം എടുത്തു. ഇതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ നമ്മൾ ഇതങ്ങ് കുതിർത്താൻ വയ്ക്കാം. അരമണിക്കൂർ നമുക്കിത് കുതിർത്ത് വയ്ക്കാം. മാവ് നല്ലപോലെ, റവ നല്ലപോലെ കുതിർന്ന് കിട്ടി. ഇനി നമുക്കിത് അരയ്ക്കാൻ വേണ്ടി ഞാൻ കുറച്ച് മല്ലിയില, ഇഞ്ചി, പച്ചമുളക് എടുത്തിട്ടുണ്ട്, 2 മുട്ട, പിന്നെ നമ്മൾ റവ എടുത്ത ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് വെള്ളം. അന്നേരം ഇപ്പം നമ്മൾ റവ കുതിർത്ത് വയ്ക്കാൻ 1 ഗ്ലാസ് വെള്ളം, അരയ്ക്കാൻ 1 ഗ്ലാസ് വെള്ളം, പിന്നെ നമ്മൾ റവ കൺസിസ്റ്റൻസി നോക്കിയിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ വെള്ളം ചേർക്കാം. എന്നാൽ നമുക്കിത് മൊത്തത്തിൽ മുട്ടയും ഇട്ട് നമുക്കെല്ലാം കൂടെ ഒന്ന് അരച്ചു കൊണ്ടുവരാം. അരച്ചു കൊണ്ടുവന്നു. ഉണ്ടോ, നമ്മൾ ദോശ ഉണ്ടാക്കുന്ന കൺസിസ്റ്റൻസിയാണ്. ചില റവ ശകലം കട്ടിയുള്ളതായിരിക്കും, ചിലത് പൊടി. എൻ്റെ നല്ല പൊടിയുള്ള റവയായിരുന്നു, അതുകൊണ്ട് വെള്ളം കറക്റ്റ് ഒരു 2 ഗ്ലാസ് എനിക്ക് ആവശ്യം വന്നു. 1 ഗ്ലാസ് ഞാൻ കുതിർത്ത് വയ്ക്കാനും 1 ഗ്ലാസ് അരയ്ക്കാനും. ഒന്നും കൂടെ പറയാം, ഞാൻ അരച്ചത് 1 ഗ്ലാസ് റവ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഞാൻ ഒരു അരമണിക്കൂർ കുതിർത്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് അതിലൂടെ ഞാൻ പച്ചമുളക്, മല്ലിയില, ശകലം ഇഞ്ചി ഇട്ട് നല്ലപോലെ അരച്ച് നമ്മൾ ദോശയുടെ കൺസിസ്റ്റൻസി എടുത്ത് വെച്ചേക്കുക. കണ്ടോ, ഇനി നമുക്ക് അതിന് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്ത് അല്ലേ നമുക്കൊന്ന് ഇളക്കി വയ്ക്കാം. കുറച്ച് നേരം ഇളക്കി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ദോശ ചുടാം. ദോശക്കല്ല് അടുപ്പിൽ വെച്ചു. നമുക്കൊന്ന് ദോശ ചുട്ടാലോ? ഞാൻ ദോശ തിരിച്ചിട്ട് കൊടുത്തു. അടിപൊളി ദോശ. പെട്ടെന്ന് നമുക്ക് പിള്ളേർക്ക് സ്കൂളിൽ പോകുമ്പോഴും രാവിലെ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനോ ആരെങ്കിലും ഗസ്റ്റ് വരുന്നെങ്കിലും ഉണ്ടാക്കാനും എടുക്കാനും എളുപ്പമുള്ള ദോശയായത്. അടുത്ത ദോശ ഞാൻ തിരിച്ചിട്ടു. എളുപ്പത്തിൽ നല്ല കല്ലിൽ നല്ല ഇളവി വരും. പെട്ടെന്ന് ഒരു നല്ല പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ദോശയായിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു വെറൈറ്റിയുള്ള ദോശയല്ലേ? കണ്ടോ, ഞാൻ തിരിച്ചിട്ട് കൊടുക്കാന്നേ. കണ്ടോ, ഓക്കെ. ഇത് കണ്ടോ, നമ്മളെ റവ മുട്ട ദോശ റെഡിയായി.
കണ്ടോ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. എളുപ്പമാണ്. അരി കുതിർത്ത് വയ്ക്കണം, അരയ്ക്കണം, എടുക്കണം, പിടിക്കണം, എല്ലാം ഒന്നും വേണ്ട. പെട്ടെന്ന് നമ്മളെ ദോശ റെഡിയാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് കമൻ്റ് അടിക്കണം, ലൈക്ക് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. തെറ്റും കുറ്റം ഉണ്ടെങ്കിൽ കമൻസ് ഇടണം. താങ്ക് യു ഫോർ വാച്ചിങ്.